ഇപ്പോൾ DYFIയുടെ ഭക്ഷണപ്പൊതി ഏതാണ്ട് കേരളത്തിലെമ്പാടും ഒരു 10 കോടി ഭക്ഷണപ്പൊതി കൊടുത്തിട്ടുണ്ടാവും, ചെറുതും വലുതുമായിട്ട് ആശുപത്രിയിൽ. നിങ്ങൾക്ക് ആർക്കും അതിൽ എതിർപ്പും ഉണ്ടാവില്ല. കാരണം പാവപ്പെട്ട ഒരു സാധാരണക്കാരനൊക്കെ കിട്ടുന്ന സംഗതിയാണ്. ആ ഭക്ഷണപദ്ധതി വിളിച്ചത് അനാശാസ്യം എന്നാണ് പരസ്യമായി വിളിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത് ഒരു സ്ത്രീവിരുദ്ധ സിൻഡിക്കേറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പും VD സതീശനുമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ രാജിവെക്കേണ്ടി വരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ സംഭവവികാസങ്ങൾ ഞാൻ പുറത്തു വിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ആ ഭീഷണിക്ക് മുന്നിൽ ഈ നേതാക്കന്മാർ മുട്ടുമടക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിട്ട് പോലും MLA സ്ഥാനം രാജിവയ്പ്പിക്കുന്നതിന് വേണ്ടി അവർ ഭയന്ന് നിൽക്കുന്നത്. കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് അയാളെ രാജിവെക്കാൻ മടിച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടി തീരുമാനിക്കുന്നില്ലെങ്കിൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിരിക്കുന്നു, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കൂ. ഇപ്പോൾ ഈ നമ്മുടെ പാലക്കാട് വെച്ച് നടക്കുന്ന ശാസ്ത്രമേളയിലൊന്നും പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടികളെല്ലാം ഇപ്പം ടെലിവിഷൻ തുറക്കാൻ നിവൃത്തിയില്ല. കുട്ടികൾക്ക് ഓരോ വാക്കിന് സംശയമൊക്കെ വരികയാണ്. കുട്ടികളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രം എല്ലാവർക്കും അറിയാമല്ലോ, മുഖം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ വന്ന് ഈ 14,000 കുട്ടികളുടെ ഇടയിലൊക്കെ മിങ്കിൾ ചെയ്ത് പോകുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഒരു അബദ്ധം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം അവിടെ പിന്നെ സന്നിധാനത്ത് നടക്കാൻ വേണ്ടി പോവുകയാണല്ലോ. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. കേരളത്തിലെ പിന്നെ മന്ത്രി ബാസവൻ ചെന്ന് വിളിച്ചപ്പോൾ അവർ വരാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് അവരെ തടയുമെന്നാണ്. എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിനായി കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാനുള്ള ധൈര്യവും ശേഷിയും ഉള്ള മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതിലൊന്നും ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്.